ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിഷു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഫേസിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് യൂസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീനാണ്. മറ്റേ നേച്ചേഴ്സിൻ്റെ സൺബാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ഫേസിൽ നെക്കിൽ ഒരുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഞാൻ ലെൻസ് വെക്കുന്നുണ്ട്. ലെൻസ് ആദ്യം വെക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കൺസീലറാണ്. മെബ്ലിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ണിൻ്റെ മീതെ മാത്രമേ ഇടുന്നുള്ളൂ. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലൂസ് പൗഡർ കൊണ്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ പർപ്പിൾ ഷെയ്ഡിലുള്ള ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ അകത്ത് നിന്നുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ക്രീസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, രണ്ട് കണ്ണിലും. ഓക്കെ, അതിനുശേഷം ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണറിൽ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ അന്ന് തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ നമ്മളൊരു ഷിമ്മർ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് മാത്രം. അതേപോലെ അപ്പുറത്തെ കണ്ണിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പുറത്തെ കണ്ണിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷുഗറിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡറിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ടൊരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്ത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗറിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ചീക്കിലും ചിന്നിലും നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാലറ്റിൽ നിന്ന് ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് അത് നമ്മൾ ഹൈലൈറ്ററായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്ററായിട്ട് നോസിൻ്റെ ബ്രിഡ്ജിലും പിന്നെ ലിപ്പിൻ്റെ മീതെ താടിയിൽ അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലൈനറിന് പകരം ആ ഐലൈനർ ഇതിനവിടെ നമ്മളൊരു സ്മഡ്ജ് ചെയ്തിട്ട് ഒരു സ്മോക്കി പോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിലും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാജലാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ അവിടെ റെന്നയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ്. അപ്പോൾ നമുക്ക് രണ്ട് വാട്ടർ ലൈനിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് താഴെ ഒന്ന് കണ്ണെഴുതിയേക്കണതിൻ്റെ അടിയിലായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്, പർപ്പിൾ ഷെയ്ഡുള്ള ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്, നല്ല പിഗ്മെൻറ്റഡും ആണ്. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫിക്സർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഫിക്സ് ചെയ്യുകയാണ്. ബ്ലൂ ഹെവൻ്റെ ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്.
അതിനുശേഷം നമ്മളൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹെയർ കേൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കേൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ആക്കിയിട്ട് സ്ലൈഡ് ഊത്തി കൊടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ട് കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ കെട്ടിയേക്കുന്നത് കേട്ടോ. അതേപോലെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈഡ് ഊത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.